ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ക്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് കാർ എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ യൂസ്ഡ് കാറിൻ്റെ ഏത് ടൈപ്പ് യൂസ്ഡ് കാർ, എത്ര ക്വാളിറ്റിയില്ല കാർ വേണമെന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൻ്റെ ഓണർ ശ്രീശൻ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം. നമുക്ക് കൂടുതൽ കാറുകൾ പരിചയപ്പെടണം. ഇന്ന് നമ്മളെ പ്രേക്ഷകർ എപ്പോഴും കാത്തിരിക്കുകയാണ് പുതിയ പുതിയ ആൾക്കാരെയും പുതിയ ഷോപ്പും പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാവരും ഇവിടെ വന്നിട്ട് കാറ് പർച്ചേസ് ചെയ്യട്ടെ. നമ്മളെ ഈ ഷോപ്പ് വരുന്നത് കണ്ണൂർ അല്ലേ? കൊയിലി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത്. കൊയിലി ഹോസ്പിറ്റലിൻ്റെ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ, കണ്ണൂർ വന്ന് ട്രെയിൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊയിലി ഹോസ്പിറ്റൽ ചോദിച്ചാൽ, അല്ലെങ്കിൽ കാറിന് വരുന്നതാണ് ആ ഹൈവേയിലെ കൂടെ വന്നത്. ഹൈവേയിൽ തന്നെയാണ് വരുന്നത്, തൊട്ടടുത്ത്. റെയിൽവേ സ്റ്റേഷനുമായിട്ട് എത്ര ദൂരമുണ്ട്? 1.5 കിലോമീറ്റർ ദൂരം. പയ്യൻ ഈ ഇവിടുന്ന് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം. 1 കിലോ. ആദ്യം തന്നെ നമ്മൾ ഏത് കാറാണ് പരിചയപ്പെടാൻ പോകുന്നത്? 2017 ജാസ് ഹോണ്ടയുടെ വണ്ടി അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? 54,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണറാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എൻജിനെല്ലാം നല്ല പക്കാ കണ്ടീഷനാണ്. ഇതിപ്പം നമ്മളെ പ്രേക്ഷകരിപ്പം വന്നു കഴിഞ്ഞാൽ, കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം മെക്കാനിക്കിനെയും കൂട്ടിയിട്ട് വന്നിട്ട് എല്ലാം ഫുൾ ചെക്ക് ചെയ്തിട്ട് കമ്പനി സർവീസ് എല്ലാം ഹിസ്റ്ററി എല്ലാം നിങ്ങൾ അവർക്ക് എടുക്കാം അല്ലേ? ഒരു പ്രശ്നവുമില്ല. ഇതിന് ആസ്കിങ് പ്രൈസ് എത്രയാണ് വരുന്നത്? 560 ഫൈനൽ റേറ്റ്. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒന്നുമില്ല? ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അല്ലേ? ഇതിൻ്റെ ടയറെല്ലാം പക്കാ കണ്ടീഷനാണല്ലേ? 4 ടയറും പുതിയതാണ് അല്ലേ? ഇൻറ്റീരിയറെല്ലാം നല്ല കണ്ടീഷനാണ് അല്ലേ? ഓക്കെ. നല്ല ക്വാളിറ്റിയില്ല കാറാണ്. അടുത്ത വണ്ടി നോക്കുന്നത് നമ്മൾ മാരുതിയുടെ സ്വിഫ്റ്റ് അല്ലേ? ഇത് എത്ര മോഡൽ വരുന്നത്? 22 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി? 37,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ചോദിക്കുന്നത് 780 ചോദിക്കുന്നത്. 2022 മോഡൽ പുതിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ അത്രയും പ്രൈസ് ഉണ്ടാവുമല്ലോ എന്തായാലും. 10,000 വില വരുന്ന വണ്ടിയാണ്. 10,000 വില വരുന്ന വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം കണ്ടീഷൻ ആണല്ലേ? മോശമില്ലാത്ത ടയർ. ഇന്റീരിയറിനും പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, പുതിയ വണ്ടിയല്ലേ? സീറ്റ് കവർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത് എല്ലാം ഫുൾ ഓപ്ഷനാണ്. ZXi ഓപ്ഷൻ എല്ലാം ഉണ്ട്. റിവേഴ്സ് ക്യാമറ, സെൻസർ എല്ലാം ഇല്ല വണ്ടിയാണ്. എന്നാൽ പിന്നെ ഇനി അടുത്ത വണ്ടി നോക്കാം അല്ലേ? നമുക്ക് എർട്ടിക അല്ലേ? 2022 മോഡൽ അല്ലേ? ZX പ്ലസ്. ഓടിയത് 20,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ചോദിക്കുന്നത് 12,000 ചോദിക്കുന്നത്. ഇതിന്റെ ടയർ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണല്ലേ? ഇതിന്റെ മെക്കാനിക്കിനെല്ലാം കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് എടുക്കാമല്ലോ അല്ലേ? കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. മാരുതിയുടെ എർട്ടിക വണ്ടിയാണ്. ഓക്കെ. എന്നാ പിന്നെ ഇനി അടുത്ത വണ്ടി നോക്കാം അല്ലേ? ഇയോൺ അല്ലേ? ഇത് 2016 മോഡൽ. എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 240. ഇന്റീരിയർ കാര്യങ്ങൾ, എൻജിൻ കണ്ടീഷനെല്ലാം പക്കാ കണ്ടീഷനാണ്. എടുത്ത് പെട്രോളാ ഡീസല്? പെട്രോൾ. എടുത്ത് ഓടിക്കേ വേണ്ടു അല്ലേ? ഒരു പ്രശ്നവുമില്ല. ടയർ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണല്ലേ? ഒരു 60% മേലെ ഉണ്ട് തോന്നുന്നത്. അതിൽ മേലെ ഇല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടി ഈ വണ്ടി?
87. ഓക്കെ. 87,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഒരു പ്രശ്നമില്ല, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നല്ല ഇത് പുറം ഭാഗവും ഇതിൻ്റെ പെയിൻറ്റിങ് ടച്ചപ്പ് ഒന്നും ആവശ്യമില്ല. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഉള്ളിൽ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റാണ്. ഇത് മാഗ്ന പ്ലസ്. ഓക്കെ. നാനോ. ഓക്കെ. നാനോ ഇത് എത്രയാണ് പ്രൈസ് വരുന്നത്? 85 റുപ്യ. ഇത് എത്ര കിലോമീറ്റർ ഓടി ഇനി വണ്ടി? 80 കിലോമീറ്റർ ഓടി. 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ, സാധാരണ മാനുവൽ വണ്ടിയാണ്. LX ഓപ്ഷൻ. ഓക്കെ. നല്ല വിലക്കുറവുണ്ടല്ലേ ഇതിന്? നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നല്ല ഇന്റീരിയറെല്ലാം നല്ല കണ്ടീഷനാണ്. ടയറും ഉണ്ട് അത്യാവശ്യം. ഒരു 50-55% ടയറും ഉണ്ട്. ഇത് 55%-ലധികം ഉണ്ടാവില്ലേ ടയർ? 60 തന്നെയുണ്ട്. ഇത് പെട്രോളിനല്ലേ? പെട്രോൾ. അടുത്ത വണ്ടി നമ്മൾ നോക്കുന്നത് ബ്രീസയാണ്. ബ്രീസ നല്ല ക്വാളിറ്റിയിലെ റെഡ് ഒരു വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടില്ല. ഒരു 70% അടുത്ത ടയറിലെ ഒരു വണ്ടിയാണ് നോക്കുന്നത്. ടയർ കാര്യങ്ങളെല്ലാം ഇത് ബ്രീസ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2016 മോഡൽ. ഇത് സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർ. 1,04,000 1.4 ഓടിയ വണ്ടിയാണ്. കമ്പനി സർവീസില്ലേ? ബോണറ്റ് റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടിയാണ്. VDI ഓപ്ഷനാണ് വരുന്നത്. ഇതിന് റിവേഴ്സ് ക്യാമറ സെൻസർ എല്ലാം ഇല്ല വണ്ടിയല്ലേ? റിവേഴ്സ് ക്യാമറ ഇല്ല. ഓക്കെ. VDI ഓപ്ഷനാണ് അതല്ലേ? ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നല്ല കണ്ടീഷനാണ് അല്ലേ? നല്ല കണ്ടീഷൻ ഇൻറ്റീരിയറാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. പുറമെ ഒന്നും ആവശ്യമില്ല അല്ലേ? നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓടിച്ചു പോവാം പെട്രോൾ അടിച്ചിട്ട്. ഇത് ഡീസലാണല്ലേ? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. അടുത്ത ഇത് ബെലാനോ അല്ലേ? ഇതിന് എത്രയാണ്? 2018 മോഡൽ. അഡ്വാൻസ് ആയതാണ്. ഓക്കെ. 5-6 റുപ്യ ലോൺ എത്ര വേണമെങ്കിലും ലോൺ കിട്ടും അല്ലേ ഇവിടുന്ന്? ലോണിൻ്റെ സംവിധാനം ഇടില്ല. ഫൈനാൻസ് ഏത് ബാങ്കിൻ്റെ ഫൈനാൻസ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് നമ്മൾ കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് കസ്റ്റമർക്ക് അഡ്വാൻസ് ആയതാണല്ലോ. എന്നാൽ അടുത്തത് നോക്കാം. ഇതേതാ വണ്ടി വരുന്നത്? നിസാൻ മൈക്ര അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർ. തേർഡ് ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് അല്ലേ? ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പുറത്തെ നോക്കാമല്ലോ. ടയറെല്ലാം എങ്ങനെയാണ് വരുന്നത്? 4 ടയറും? പുതിയ ടയറാണ്. എത്ര കിലോമീറ്റർ ഓടിയതെന്ന് പറഞ്ഞു? 71 കിലോമീറ്റർ. ചോദിക്കുന്ന പ്രൈസ് 3,70,000. അതുപോലെ തന്നെ ക്വാളിറ്റിയും ഉണ്ട്. അതുകൊണ്ട് മേടിക്കുന്നവർക്ക് ഒരു നഷ്ടമൊന്നുമില്ല. നല്ല വണ്ടിയാണ്, എടുത്ത് ഓടിച്ചു പോവാ. ഇത് പെട്രോളാ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ ഗിയർ ഓട്ടോമാറ്റിക്. ഞാനോര വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടമൊന്നുമില്ല. ചെറിയ പൈസ ഇല്ല. 85,000 റുപ്യാണ് വരുന്നത്. അത് നല്ലൊരു ബഡ്ജറ്റ് വണ്ടിയാണ്. ഫാമിലി യൂസിനെല്ലാം പറ്റുന്നൊരു കാറാണ്. ഇറ്റിയോസ് അല്ല? പെട്രോൾ വണ്ടി.
ഏതാണ് മോഡൽ വരുന്നത്? 2011 മോഡൽ. 2011 മോഡൽ. എത്ര ചോദിക്കുന്ന പ്രൈസ്? അത് 2,70,000. 2,70,000 ചോദിക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിന്? 90 കിലോമീറ്റർ. ഓക്കെ. ഇത് ലോൺ എല്ലാ വണ്ടിക്കും നിങ്ങൾ ലോണാക്കി കൊടുക്കും അല്ലേ? ലോൺ ഏകദേശം ഒരു 20,000 റുപ്യ. എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും ഇതിന്? നോക്കേണ്ടി വരും. ഓക്കെ. ഓരോരോ വണ്ടി നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ടയർ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണല്ലേ? ഒരു 50% ടയർ ഉണ്ട് അല്ലേ? ഇന്റീരിയർ എല്ലാം നല്ലതാണ് അല്ലേ? ഓക്കെ. എന്നാ ശരി, അടുത്ത വണ്ടി നോക്കാം. ഇത് ഏതാണ് വണ്ടി വരുന്നത്? ഹോണ്ട അമേസ് അല്ലേ? പെട്രോൾ മോഡൽ. ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ല? എത്ര മോഡൽ ഏതാണ് വരുന്നത്? 2014 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിനി? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഹിസ്റ്ററി എല്ലാം ഇല്ല വണ്ടിയാ? വേണം എടുത്തു കൊടുക്കുക. ലോൺ സൗകര്യം എല്ലാം കിട്ടുമല്ലോ? എത്ര ചോദിക്കുന്ന പ്രൈസ്? 3,60,000 ചോദിക്കുന്നത്. കുഴപ്പമില്ല അല്ല, കുറച്ച് നെഗോഷ്യബിൾ ആക്കുമല്ല, കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് കൊടുക്കണം. നമുക്ക് കണ്ണൂർ മാത്രമല്ലല്ലോ, വേറെ എല്ലായിടത്തും സെയിലില്ലേ? കോഴിക്കോട് നല്ല ആൾ വരാറില്ലേ? മലപ്പുറത്തുനിന്ന് വരാറുണ്ട്. കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. പിന്നെ പയ്യന്നൂർ, തൃശ്ശൂരിൽ നല്ല ആൾക്കാർ വരും. ലോണിന്റെ സംവിധാനം ഇല്ലോണ്ട് എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ നല്ല പെർഫെക്റ്റ് അല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഒരു ഡിസൈൻ ആയിട്ടുള്ള സീറ്റെല്ലാം അല്ലേ? നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ? ഇത് കുറേ എണ്ണം ഇല്ലോണ്ട് ഇഷ്ടം പോലെ എത്ര ഏത് വേണമെങ്കിലും നമ്മളെ അടുത്ത് ഉണ്ടല്ലേ വണ്ടി? ഏത് വേണമെങ്കിലും ഉണ്ട്. ചെറിയ വണ്ടി തൊട്ടിട്ട് വലിയ വണ്ടി മുതൽ എല്ലാം ഉണ്ട്. ഇതേതാ വണ്ടി വരുന്നത്? ജാസ്, ഹോണ്ട ജാസ്. എത്ര കിലോമീറ്റർ ഓടി? 2015 മോഡൽ. 40,000 കിലോമീറ്റർ ഓടിയിട്ടില്ലോ അല്ലേ? കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അല്ലേ? അത് കാണാനും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ബാക്ക് ക്യാമറ സെൻസർ എല്ലാം ഇല്ല മോഡലിനെ അല്ലേ? ഫീച്ചേഴ്സ് കൂടുതൽ വന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലേ? ടയറെല്ലാം എങ്ങനെ വരുന്നത്? ഫുള്ള് പുതിയ ടയറാണല്ലേ? 4 ടയറും പുതിയതാണ്. ഇത് പെട്രോളോ ഡീസലാ? പെട്രോൾ വണ്ടി. ഇതിനും ലോൺ ഫെസിലിറ്റി എല്ലാം ഇല്ലേ? ലോൺ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ലോണെല്ലാം റെഡിയാക്കി തരുന്നതിന് ഈടെ നല്ല രീതിയിൽ റെഡിയാക്കി തരുന്നത്, അതിനൊന്നും നിങ്ങൾ പേടിക്കണ്ട. ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയില്ലവർ വന്നോ ലോണോ എന്ത് വേണമെങ്കിലും റെഡിയാക്കി കൊടുക്കും അല്ലേ? ഏതാണ് വരുന്നത്? വർണ്ണ എന്ന് പറഞ്ഞ മോഡൽ. ഇത് ഏത് മോഡൽ വരുന്നത്? 2016 വണ്ടിയാണ്. എത്രയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്? 6,500 ചോദിക്കുന്ന പ്രൈസ്. ഇതിൻ്റെ ഇതിന് ഹിസ്റ്ററി എല്ലാം എടുത്തു കൊടുക്കാമല്ലോ? റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ? ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ടയർ 4 പുതിയ ടയറാണ് അല്ലേ? എല്ലാം നമ്മൾ എല്ലാ കണ്ടീഷൻ, വണ്ടിയുടെ കണ്ടീഷൻ മുഴുവൻ പറഞ്ഞിട്ടേ കച്ചവടമില്ലൂ അല്ലേ? നമ്മൾ എല്ലാം ക്വാളിറ്റിയുടെ ബേസിൽ ഒരു കോംപ്രമൈസും ഇല്ല. അവർ വന്ന് മെക്കാനിക്കിനെയും കൂട്ടിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അല്ലേ? നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇതിൻ്റെ പുറമെ ഒന്നും ഒരു സ്ക്രാച്ച് പോലും ഇല്ല അല്ലേ? ഇതിനൊന്നും. ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ്, എല്ലാം പെർഫെക്റ്റ് ആണ് വണ്ടി. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളെ ഈ എന്താന്ന് പറയണ്ടത് ഹൗസ് ഓഫ് കാറിന്റെ ശ്രീശൻ ചേട്ടൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കച്ചവടം നടക്കുമ്പോൾ ഓർക്ക് സന്തോഷം, ഒരു കാറ് വാങ്ങിക്കുമ്പം ആ വാങ്ങിക്കുന്ന കസ്റ്റമറുടെ സന്തോഷം കൂടിയാണ് നമ്മളെ ശ്രീശൻ ചേട്ടൻ സന്തോഷം. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കാതെ ക്വാളിറ്റി കാറ് നോക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ കണ്ണൂരേക്ക് വിട്ടോ, നേരെ കൊയിലി ഹോസ്പിറ്റലിൻ്റെ അടുത്തില്ലേ
നമ്മളെ ഹൗസ് ഓഫ് യൂസ്ഡ് കാറിൽ വന്നിട്ട് കാറ് എടുത്തിട്ടേ നിങ്ങൾ പോകൂലൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് ഏതാ വണ്ടി വരുന്നത്? ഓട്ടോ ഗിയർ. ഓട്ടോമാറ്റിക് ആണ്. പെട്രോളോ ഡീസലോ? പെട്രോൾ. ഇത് മോഡൽ വരുന്നത് 2017. തട്ടുമുട്ടി ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ക്ലീൻ പീസ്, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിന് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? 4,400. ചെറിയൊരു നെഗോഷ്യബിൾ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ടാവില്ലേ? നമ്മളെ വീഡിയോ കണ്ട് വരുന്ന പ്രേക്ഷകർക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം തരും. അതിനൊന്നും പേടിക്കണ്ട. ഇത് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് അല്ലേ? ഇതിന് ബാക്ക് ക്യാമറ ഇല്ല ബാക്ക് ക്യാമറ ഒന്നുമില്ല. ഏതാ അതിൻ്റെ ഇത് വരുന്ന ഓപ്ഷൻ വരുന്നത്? VXI ഓപ്ഷനാണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ? ഒന്ന് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലല്ലോ? ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടല്ലേ ഇവിടെ? ബമ്പറിന് ചെറുങ്ങാണ്. അത് ഏത് വണ്ടിക്കായാലും യൂസ് ചെയ്തതിന് ഉണ്ടാവുമല്ലോ. ഇതേത് മോഡൽ പറഞ്ഞത്? 2017 മോഡൽ അല്ലേ? ഓക്കെ. നല്ല പെർഫെക്റ്റ് വണ്ടിയാണ്. മാരുതിയുടെ ഓൾട്ടോ അല്ലേ? 800. 2013 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി? 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര? 190 ആണ് ചോദിക്കുന്നത്. ലോൺ ആക്കി കൊടുക്കുമല്ലോ? VXI ഓപ്ഷൻ. ലോൺ കാര്യങ്ങളെല്ലാം ആക്കി കൊടുക്കുമല്ലോ? ടയർ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണല്ലേ? പുതിയ ടയറുണ്ട്. ഓക്കെ. ഇതിന് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല? ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? നല്ല വണ്ടിയാണ് അല്ലേ? വന്ന് നോക്കുക, വേണമെങ്കിൽ എടുക്കുക അല്ലേ? ഒരു കുഴപ്പമില്ല. ഇത് കമ്പനി സീറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? കമ്പനി സീറ്റ് തന്നെയാണ്. ഈ ഇൻറ്റീരിയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലേ വാങ്ങിച്ചിട്ട്? VXI അല്ലേ? ആൾട്ടോ 800. ഇത് വണ്ടി നമുക്ക് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാ ഇതും പഠിച്ചതിന് ശേഷം നിങ്ങൾ വണ്ടി എടുത്താൽ മതി. വണ്ടി എടുക്കുന്നതിന് മെക്കാനിക് ഉള്ളിനോ കൂട്ടിക്കൊണ്ടുവന്ന് എടുക്കുന്നതിനും അതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതിനും എല്ലാം ഇവരെന്നെ സഹായിക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. i10 2010 മോഡൽ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ? ഇത് 71,000 കിലോമീറ്റർ ഓടിയിട്ടു. അത് കുറവ് കിലോമീറ്റർ ആണല്ലേ? നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷനാ? ഇതിൻ്റെ ടയർ കാര്യങ്ങളെല്ലാം ടയർ പുതിയതാ? മുക്കാൽ ഭാഗമില്ല ടയറാണ്. ഓക്കെ. ഇതേതാ വണ്ടി വരുന്നത്? 2017 വാഗണർ ഓട്ടോമാറ്റിക് അല്ലേ? എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 4,500 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം. 4,500 ചോദിക്കുന്നത്. കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ആക്കി കൊടുക്കാം അല്ലേ? വാഗണർ 2017 മോഡൽ. ഓക്കെ. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടിയാണ്. ഓക്കെ. എന്നാൽ അടുത്ത വണ്ടി നോക്കാം അല്ലേ? ഇത് വോൾസ് വാഗൻ്റെ ഏത് വണ്ടിയാണ് വരുന്നത്? വെൻഡോ. ഏത് മോഡൽ വരുന്നത്? ബേസ് മോഡൽ. 2013. എത്രയാണ് ആസ്കിങ് പ്രൈസ്? 4 ലക്ഷം. ഓക്കെ. നല്ല ക്വാളിറ്റി ഇൻറ്റീരിയർ അല്ല അല്ലേ? ടയർ കാര്യങ്ങളെല്ലാം നല്ല ടയറാണ്. ഓക്കെ. ഒരു 70% ഇല്ല ടയറുണ്ട്. സീറ്റ് കവറെല്ലാം പുതിയതാണ് അല്ലേ? ഓക്കെ. അത്യാവശ്യം ഓണത്തിന്റെ സീസൺ അല്ലേ? ഓണത്തിന്റെ സീസണിൽ നല്ല സെയിലുണ്ടല്ലേ? ആൾക്കാരൊക്കെ വരും, സെലക്ട് ചെയ്യും. ഇന്ന്
ചിലപ്പോൾ ക്യാഷ് കൊണ്ടുവരില്ല. പിന്നെ നാളെ അവർക്ക് പിന്നെ ലോണിൻ്റെ കാര്യമെല്ലാം സെറ്റാക്കി കൊടുക്കും. അങ്ങനെയാണ് അല്ലേ? ഓക്കെ. ലോണുണ്ട്, ഏത് ബാങ്കിൻ്റെ ലോൺ, ഏത് ബാങ്കിൻ്റെ ലോൺ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഏതാണ്? ഹോണ്ട ബ്രിയോ. ഹോണ്ട ബ്രിയോര വണ്ടിയാണ്. 2017 വണ്ടിയാണ് ഇത്. 2015 വണ്ടിയാണ് ഇത്. പാർക്ക് ആൻഡ് സെയിലിന് വന്നിരിക്കുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 27,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്കിതിൻ്റെ ആടെ കൊള്ളാനിക്ക് കുറച്ച് സൈഡിൽ കാണണം. കൊള്ളാനിക്ക് കുറേ വണ്ടി ഇടിയുണ്ടല്ലേ? ഇത് ഒമ്നി എത്ര വരുന്നത്? 2010. എത്ര ചോദിക്കുന്ന വില? 1 lakh. നല്ല കുറച്ച് ഒന്ന് സർവീസ് ചെയ്യേണ്ടി വരും അല്ലേ? ഇത് KUV അല്ലേ? മഹീന്ദ്രയുടെ KUV 2017 വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഇത്? 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ? എത്ര ചോദിക്കുന്ന പ്രൈസ്? 3 റുപ്യ. ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നല്ല കണ്ടീഷനാണ്. 2.5 റുപ്യ ലോൺ കിട്ടും. ബാക്കി നമ്മൾ നോക്കിയാൽ മതി അല്ലേ? വെറും 50,000 റുപ്യ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ വണ്ടി സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരും. ഇതേതാ വണ്ടി വരുന്ന? i20 അല്ലേ? ഇത് എങ്ങനെ കിലോമീറ്ററിൽ എത്ര ഓടിയതാണ്? 120 ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 2.5. 2011 മോഡൽ. ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇവരെ എടുത്തു തരും. ഇതേതാ മോഡൽ വരുന്നത്? 2018 ഹോണ്ട അമേസ് അല്ലേ? ഡീസൽ ഫുൾ ഓപ്ഷൻ. ഇതിന് എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 650. എത്ര കിലോമീറ്ററെല്ലാം ഓടി? 112. ടയർ കാര്യങ്ങളെല്ലാം ഒരു പുതിയതാണല്ലേ? പുതിയ 4 ടയറും പുതിയ തന്നെ. 2 ടയർ ഒരു 60% ഉണ്ടാവും അല്ലേ? 2 പുതിയത്. ഇതൊരു 55 ഉണ്ടാവും അല്ലേ? ബാക്കി 2 പുതിയതാണ് അല്ലേ? ഇതെല്ലാം പുതിയ ടയറാണ്. ഇതിൻ്റെ പ്രൈസ് എത്ര പറഞ്ഞത്? 650. ഇത് ഏതാണ്? ഫിയറ്റിൻ്റെ വണ്ടി അല്ലേ? ലിനിയ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇതിന് എത്ര കിലോമീറ്റർ ഓടിയതാ വണ്ടി? 56 ഓടിയ വണ്ടിയാണ്. 2 റുപ്യ ചോദിക്കുന്ന പ്രൈസ്. എത്ര മോഡൽ വരുന്നത്? 2014 അല്ലേ? അത് ശരി. ഇത് പെട്രോളോ ഡീസലാ? പെട്രോൾ. നല്ല ഇൻറ്റീരിയറെല്ലാം നല്ല ക്വാളിറ്റിയാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വന്ന് എടുക്കാം. ടയറും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു 60% ടയറുണ്ട്. 4 ടയറും 60% മേലെയുണ്ട്. ഇതേതാ വണ്ടി വരുന്നത്? നിസാൻ്റെ വണ്ടി അല്ലേ? 2017 വണ്ടി അല്ലേ? 77,000 കിലോമീറ്റർ ഓടിയത്. എത്ര സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർ. ബാക്കി കുറേ വണ്ടിയെല്ലാം സിംഗിൾ ഓണറാണ് അല്ലേ? അതാണ് പിന്നെ നമ്മൾ അധികം പറയാതിരുന്നത്. ഇത് സെക്കൻഡ് ഓണർ. ഇനി അടുത്ത വണ്ടി നമ്മൾ ഏതാ നോക്കുന്നത്? ഇറ്റിയോസ് ക്രോസ് അല്ലേ? 2014 മോഡൽ അല്ലേ? റീ രജിസ്ട്രേഷൻ. ഏടിയിലെ വണ്ടിയാണ് ഇത്? ഡൽഹി വണ്ടി. കണ്ണൂരേക്ക് മാറിയത്. ഓക്കെ. തട്ടുമുട്ടൊന്നുമില്ല. 95,000 കിലോമീറ്റർ ഓടിന്. 95,000 കിലോമീറ്റർ അല്ലേ? റിപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇതിൻ്റെ 4 റുപ്യ ചോദിക്കുന്നു. എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കി കൊടുക്കുക? ഇതിൽ പറ്റൂലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, എന്തെങ്കിലും ചെറുത് ഒരു നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം.
പിന്നെ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കുറച്ചൊരു പ്രൈസിൽ നെഗോഷ്യബിൾ എന്തായാലും കൊടുക്കുമല്ലോ അത്. വീഡിയോ കണ്ടവരാണെങ്കിൽ അത് പറയണം അല്ലേ. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. നമ്മൾ ആ ഷോപ്പിൽ മാത്രമല്ല, പുറത്ത് ഫുൾ പാർക്ക് ചെയ്ത് ഈ വണ്ടിയെല്ലാം നമ്മളെ വണ്ടിയാണ്. ഹൗസ് ഓഫ് യൂസ്ഡ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിന് പുറത്തും കൂടി നമ്മൾ വണ്ടി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. നിങ്ങൾ വന്നിട്ട് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തോ. എല്ലാ വണ്ടിയും ഉണ്ട്, എല്ലാ കമ്പനിയിലെ വണ്ടിയും ഉണ്ട്. ഹൗസ് ഓഫ് കാർസ് യൂസ്ഡ് കാർ. ഇത് ഷെവർലേയുടെ സ്പാർക്ക് 1 ലക്ഷം റുപ്യ. ഇത് ഷെവർലെ സ്പാർക്ക്. ഈ വണ്ടി വിട്ടുപോയിരുന്നു. ഇതിന് 1 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ നിങ്ങളെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും കിട്ടുമല്ലോ. വാട്സപ്പിൽ കാറിന്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതിന്റെ മോഡല് പ്രൈസ് എല്ലാം അറിയിച്ചു കൊടുക്കാം അല്ലേ. തേടുന്ന് വന്നു കഴിഞ്ഞാലും ലോണെല്ലാം റെഡിയാക്കി കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല അല്ലേ. ഏകദേശം 80% ലോൺ എല്ലാ വണ്ടിക്കും സിബിൽ സ്കോർ നോക്കിയിട്ട് കറക്റ്റായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ വന്ന് നല്ല കച്ചവടം നടക്കട്ടെ, കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ നിങ്ങളെ സ്ഥാപനം. അതാണ് ഞാൻ ആശംസിക്കുന്നത്. ഓക്കെ, എല്ലാവരും നമ്മൾ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹൗസ് ഓഫ് കാർസ് കൊയിലി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ആ കാർ ഷോറൂമിലേക്ക് നേരെ വരിക. ഇവിടുന്ന് ഒരു കാറെങ്കിലും എടുത്തിട്ട് അങ്ങ് പോവുക അല്ലേ. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത കാറാണ്. എല്ലാം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് അല്ലേ. ആ ക്വാളിറ്റി അതിനുണ്ടാവും, അത് ഉറപ്പ് നൽകുന്നത്. ശ്രീശൻ ചേട്ടൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? 10 വർഷം. അത്രയും എക്സ്പീരിയൻസ് ആയി. അപ്പോൾ 29 കൊല്ലം സൗദിയിലുണ്ടായിരുന്നു. യൂസ്ഡ് കാറിലൊക്കെ നാട്ടിൽ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത പ്രാവശ്യം കൂടുതൽ കാർ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ.